ലോകത്തെ ഭീതിയിലാക്കുന്ന പുതിയ വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്നും പുറത്തുവരുന്നത്. ഇസ്രായേലി സൈന്യത്തിൻ്റെയും ജൂത കുടിയേറ്റക്കാരുടെയും ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും വെസ്റ്റ് ബാങ്ക് മൂന്നാം ഇൻതിഫാദയിലേക്ക് അതിവേഗം നീങ്ങുകയാണെന്നും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ്റെ പ്രസ്താവന പുറത്തുവന്നിരിക്കുകയാണ്. അൽ-ഖുദ്സിൽ ഇസ്രായേലി സൈന്യം 2 പലസ്തീനി യുവാക്കളെ വെടിവെച്ച് കൊന്നതിന് തൊട്ടു പിന്നാലെയാണ് PFLP ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. മൂന്നാം ഇൻതിഫാദ വളരെ അടുത്താണ്. ഈ കുറ്റകൃത്യവും രക്തച്ചൊരിച്ചിലും സമാധാനത്തിൻ്റെ മുഖംമൂടികൾ നീക്കും. പലസ്തീനികളുടെ ദേഷ്യം ലാവ പോലെ ഒലിക്കും. വീടുകളും കൃഷിസ്ഥലങ്ങളും തീയിടുന്നതും നശിപ്പിക്കുന്നതും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നു. ക്രൂരതയുടെ പ്രത്യയശാസ്ത്രത്തിലാണ് അധിനിവേശ സൈന്യം പ്രവർത്തിക്കുന്നത്. സംഘടിതമായ ഈ കുറ്റകൃത്യത്തിന് മുമ്പിൽ പലസ്തീനികൾ മൗനം പാലിക്കില്ല. സാധ്യമായ എല്ലാ ശക്തിയും ഉപയോഗിച്ച് പോരാടും. അടിച്ചമർത്തൽ ശക്തിയാൽ ശാന്തതയുണ്ടാവുമെന്ന് അവർ കരുതരുത്. ചെറുത്തുനിന്നാൽ മാത്രമേ ജീവിക്കാനാവുകയെന്നതാണ് പലസ്തീനികൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. ആക്രമണ പ്രത്യാക്രമണ ചക്രത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്നാണ് അവരുടെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. അതിനിടെ പലസ്തീനി രാഷ്ട്രീയ തടവുകാരുടെ വധശിക്ഷ നടപ്പാക്കാൻ സഹകരിക്കില്ലെന്ന് ഇസ്രായേലി മെഡിക്കൽ അസോസിയേഷൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഇസ്രായേലി അധിനിവേശത്തിനെതിരെ പോരാടുന്ന പലസ്തീനികളെ ഭീകരവാദികളായാണ് ഇസ്രായേലി സർക്കാർ കാണുന്നത്. അത്തരം ഭീകരവാദികൾക്ക് വധശിക്ഷ നൽകാനുള്ള നിയമം അടുത്തിടെ ഇസ്രായേൽ പാസാക്കിയിരുന്നു. ഈ നിയമത്തിൻ്റെ ഭാഗമായ വധശിക്ഷകളിൽ സഹകരിക്കില്ലെന്നാണ് അസോസിയേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വേൾഡ് മെഡിക്കൽ അസോസിയേഷൻ്റെ നയങ്ങൾക്ക് അനുസൃതമായാണ് തീരുമാനമെന്നാണ് അസോസിയേഷൻ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നത്. പീഡനം, ക്രൂരത, മനുഷ്യരാഹിത്യമായ പ്രവർത്തനങ്ങൾ എന്നിവയിൽ അംഗങ്ങൾ സഹകരിക്കരുതെന്ന് വേൾഡ് മെഡിക്കൽ അസോസിയേഷൻ്റെ ടോക്കിയോ പ്രഖ്യാപനം പറയുന്നുണ്ട്. അതിനാൽ വധശിക്ഷ നടപ്പാക്കുന്നതിൽ സഹകരിക്കില്ലെന്ന് മെഡിക്കൽ അസോസിയേഷൻ്റെ എത്തിക്സ് ബ്യൂറോ ചെയർമാൻ ഡോക്ടർ യോസി വാൽഫിഷ് വ്യക്തമാക്കുന്നു. മനുഷ്യരുടെ ആരോഗ്യവും സൗഖ്യവും ഉറപ്പുവരുത്തലാണ് ഡോക്ടർമാരുടെ ഉത്തരവാദിത്വമെന്നുമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അസോസിയേഷൻ്റെ തീരുമാനത്തെ ഹമാസ് മുൻ നേതാവ് യഹ്യ സിൻവാറിനെ ജയിലിൽ ചികിത്സിച്ച ഡോക്ടർ യുവാൽ ബ്രിട്ടൻ പിന്തുണച്ചിട്ടുണ്ട്. ശരീരത്തിലെ പ്രശ്നങ്ങൾ സിൻവാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷാഘാതമാണെന്ന് ഞാൻ ആദ്യം കരുതിയത്. അങ്ങനെ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ വെച്ച് പരിശോധിച്ചപ്പോഴാണ് മസ്തിഷ്കത്തിൽ വളർച്ച കണ്ടത്. അന്ന് തന്നെ ശസ്ത്രക്രിയ നടത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. അങ്ങനെ ഒരു ജീവൻ രക്ഷിക്കാനായി. അല്ലെങ്കിൽ സിൻവാർ മരിക്കുമായിരുന്നു എന്നാണ് ഡോക്ടർ യുവാൽ ബ്രിട്ടൻ വ്യക്തമാക്കുന്നത്. ഗാസയിൽ തടവിലുള്ള ഇസ്രായേലി സൈനികൻ ഷാലിഫിദിന് പകരം സിൻവാറിന് വിട്ടുനൽകുന്ന ദിവസവും ബ്രിട്ടൻ സിൻവാറിനെ കണ്ടിരുന്നു. 1967 നടന്ന ഇസ്രായേലും ജോർദാൻ, ഈജിപ്ത്, സിറിയ എന്നീ അയൽരാജ്യങ്ങളും തമ്മിലുണ്ടായ 6 ഡേ വാർ എന്നറിയപ്പെട്ട യുദ്ധത്തിൽ ജയം ഇസ്രായേലിൻ്റെ പക്ഷത്തായിരുന്നു. അന്ന് അവർ തങ്ങളുടെ അതിർത്തി കാര്യമായി തന്നെ വികസിപ്പിച്ചു. നേരത്തെ ഇസ്രായേലിൻ്റെ ഭാഗമല്ലാതിരുന്ന പല പ്രദേശങ്ങളിലേക്കും അവരുടെ കടന്നുകയറ്റമുണ്ടായി. അവിടുത്തെ ജനങ്ങളോടെല്ലാം അവർക്ക് ശത്രുതയും സ്വാഭാവികമായും ഉണ്ടായി. പിന്നീട് കണ്ട കാഴ്ച ലോകത്തെ ഭയപ്പെടുത്തുന്നതായിരുന്നു. ഈ കയ്യേറ്റം നടന്നതിന് കൃത്യം 2 പതിറ്റാണ്ടിന് ശേഷം 1987 ഇസ്രായേൽ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് പ്രതിരോധങ്ങളുടെ ഒരു അലയടി തന്നെ ഉണ്ടായി. അന്ന് ഇസ്രായേലിൻ്റെ കടന്നുകയറ്റം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലത്തിറങ്ങിയത് 5 ലക്ഷത്തോളം പലസ്തീനി പൗരന്മാരായിരുന്നു. അപ്രതീക്ഷിതമായുണ്ടായ ഈ പ്രതിഷേധങ്ങളെ നിയന്ത്രണ വിധേയമാക്കാൻ അന്ന് ഇസ്രായേൽ നിയോഗിച്ചത് 80,000-ലധികം സൈനികരെയാണ്. ഇസ്രായേലി സൈനികരും പലസ്തീനി പ്രതിഷേധക്കാരും തമ്മിൽ അന്ന് തെരുവുയുദ്ധങ്ങൾ തന്നെ നടന്നു. ഒരു വശത്ത് സെമി ഓട്ടോമാറ്റിക് യന്ത്രങ്ങളോടുകൂടിയ ഇസ്രായേലി കമാൻഡോകളും മറുവശത്ത് ഇസ്രായേലി ബോംബാക്രമണത്തിൽ തകർന്നു വീണ തങ്ങളുടെ വീടുകളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് പെറുക്കിയെടുത്ത കല്ലിൻ്റെ കോൺക്രീറ്റിൻ്റെയും കഷ്ണങ്ങളുടെയും കൈയിലേന്തി പലസ്തീനി പൗരന്മാരും. ആകെ സംഘർഷിതമായിരുന്നു ഈ പ്രദേശം. ഒളിച്ചും പാത്തും നിന്ന് കവണയ്ക്ക് കല്ലടിച്ച് പലസ്തീനി ബാലകരും യുവാക്കളും ഇസ്രായേലി സൈന്യത്തിൻ്റെ മനോവീര്യം കെടുത്തുകയാണ് ചെയ്തത്. ഇൻതിഫാദ എന്ന ഈ പദം തന്നെ അവരുടെ മനോധൈര്യത്തെ ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു. ഇതായിരുന്നു ഒന്നാം ഇൻതിഫാദ. ഇൻതിഫാദ എന്ന വാക്കിന് അറബിയിൽ കുടഞ്ഞു കളയുക എന്ന് തന്നെയാണ് അർത്ഥം. പലസ്തീനികളുടെ വ്യാഖ്യാനത്തിൽ അവരുടെ മേൽ പുരണ്ട അഴുക്കിനെ ഇസ്രായേലിൽ കുടഞ്ഞു കളയാൻ നടത്തിയ പരിശ്രമം എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ വാക്ക് മധ്യപൂർവേഷ്യയിൽ ആദ്യമായി പ്രയോഗിക്കപ്പെടുന്നത് 1952 ഈജിപ്ഷ്യൻ വിപ്ലവകാലത്തായിരുന്നു. തങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരുന്ന, തങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടിരുന്ന, തങ്ങൾക്ക് മേൽ ഉരുക്കുമുഷ്ടി പ്രയോഗിച്ചുകൊണ്ടിരുന്ന ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ തിരിയാൻ പലസ്തീനികളിലെ ജനങ്ങൾക്ക് പ്രകോപനത്തിൻ്റെ ഒരു തീപ്പൊരിയുടെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഒടുവിൽ 1987 ഡിസംബർ 8 അതും സംഭവിച്ചു. ഇസ്രായേലിൻ്റെ ഒരു പട്ടാള ട്രക്ക് പലസ്തീനികൾ സഞ്ചരിച്ച 2 വാനുകളുമായി കൂട്ടിയിടിക്കുകയായിരുന്നു.
ആ വാഹനങ്ങളിൽ സഞ്ചരിച്ചിരുന്ന 4 പലസ്തീനി തൊഴിലാളികൾ തത്സമയം കൊല്ലപ്പെടുന്നു. അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗാസയിൽ വെച്ച് ഒരു ഇസ്രായേലി പൗരൻ പലസ്തീൻകാരൻ്റെ കുത്തേറ്റ് കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ ഇസ്രായേൽ മനഃപൂർവ്വം നടത്തിയ പ്രതികാര നടപടി എന്നാണ് അന്ന് പലസ്തീനികൾ ഈ അപകടത്തെ വ്യക്തമാക്കിയത്. അതോടെ പലസ്തീനികളുടെ ഭാഗത്തു നിന്ന് കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. ആദ്യത്തെ ഒരു വർഷത്തിലാണ് പ്രധാനപ്പെട്ട ഇൻതിഫാദ കലാപങ്ങൾ ഒക്കെ നടക്കുന്നത്. കല്ലുകൾ, പെട്രോൾ ബോംബുകൾ എന്നിവയിൽ തുടങ്ങിയ പലസ്തീനി ആക്രമണങ്ങൾക്ക് താമസിയാതെ റൈഫിളുകളും ഹാൻഡ് ഗ്രനേഡുകളും സ്ഫോടക വസ്തുക്കളും ഒക്കെ കൂട്ടുചെന്നു. ഇസ്രായേലി സൈന്യം പ്രത്യാക്രമണം കടുപ്പിക്കുന്നതിനൊപ്പിച്ച് പലസ്തീനികളും ആയുധങ്ങൾ മാരകമാക്കിക്കൊണ്ടിരുന്നു. ആ കലാപത്തെ പലസ്തീനി ഇസ്രായേലി മരണങ്ങളുടെ അനുപാതം 3:1 എന്ന നിലയിലായിരുന്നു എന്ന് അന്ന് ഇസ്രായേലിൽ പ്രവർത്തിച്ചിരുന്ന ചില ഏജൻസികളുടെ റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കിയിരുന്നു. 1988 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കുന്നു. ആക്രമണങ്ങളെ തള്ളിപ്പറഞ്ഞാൽ PLO തയ്യാറാകുന്നുണ്ട്. ഇസ്രായേൽ എന്ന രാജ്യത്തെ ഏറെക്കുറെ അവർ അംഗീകരിക്കുന്നു. ഇതിൻ്റെ പേരിലുള്ള ഭീകരവാദത്തെ പിന്തുണയ്ക്കില്ല എന്നും പ്രസ്താവനകൾ ഇറക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി ഇസ്രായേലിനെ അംഗീകരിച്ചുകൊണ്ടുള്ള 242 നമ്പർ പ്രമേയം കൊണ്ടുവരുന്നു. 1993-നും 95-നും ഇടയിൽ നിരവധി ഉടമ്പടികൾ പലസ്തീൻ ഇസ്രായേൽ ഭരണാധികാരികൾക്കിടയിൽ ഒപ്പുവെക്കപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒന്നാം ഇൻതിഫാദ അത് തുടങ്ങി 6 വർഷത്തിൽ കെട്ടടങ്ങുകയാണ് ചെയ്തത്. PLO പ്രായോഗികതയുടെ പാത പിടിച്ചതോടെ തീവ്രവാദത്തിൻ്റെ വഴിയിൽ ഹമാസ് എന്ന പുതുസംഘടന ഉദയം കൊണ്ടതും അവർ ഓസ്ലോ ഉടമ്പടി അടക്കമുള്ളവയെ തള്ളിപ്പറഞ്ഞ് ഇസ്രായേലിലെ മർമ്മപ്രധാനമായ ഇടങ്ങളിൽ നിരന്തരം ചാവേറാക്രമണങ്ങൾ നടത്തിയതും അതിനെതിരെ മൊസാദിൻ്റെ സഹായത്തോടെ രൂപീകരിച്ച ചെറി സാംസൺ സ്ക്വാഡുകൾ വഴി മാരകമായി ഇസ്രായേൽ തിരിച്ചടിച്ചതും അടിച്ചമർത്തൽ കടുപ്പിച്ചതുമൊക്കെ പിന്നീട് പലസ്തീനിലെ ജനജീവിതം തുടർന്നങ്ങോട്ടും നരകതുല്യമാക്കുന്നുണ്ട്. 1987 ഡിസംബർ 9 തുടങ്ങി 6 വർഷം നീണ്ടുനിന്ന 1300 പലസ്തീനികൾക്ക് ജീവൻ നഷ്ടമായ 1,20,000 പേർക്ക് പരിക്കേറ്റ 6 ലക്ഷം പേർ ജയിലിലടയ്ക്കപ്പെട്ട ഒന്നാം ഇൻതിഫാദ എന്നറിയപ്പെട്ട ഈ പോരാട്ടം അങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിരുന്നു. രണ്ടാം ഇൻതിഫാദയിലേക്ക് വന്നാൽ ചർച്ചകളുടെ സ്തംഭനാവസ്ഥയും വെസ്റ്റ് ബാങ്കിലും ഗാസ മുനമ്പിലും വർദ്ധിച്ചു വരുന്ന സെറ്റിൽമെൻറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും കടുത്ത സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു. 2000 സെപ്റ്റംബർ അവസാനത്തോടെ ഈ സംഘർഷാവസ്ഥ ഒരു പൊട്ടിത്തെറിയായി രൂപാന്തരം പ്രാപിച്ചു. ഏരിയൽ ഷാരോണിൻ്റെ അൽ അഖ്സ മസ്ജിദ്, ഹറം ഫരീസ് സന്ദർശനത്തോടെ ആളിപ്പടർന്ന രണ്ടാം ഇൻതിഫാദ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പലസ്തീൻ അതോറിറ്റി കെട്ടിപ്പടുത്തതെല്ലാം നാമാവശേഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ഉടമ്പടി ഉണ്ടായാലും ഹറം ഷെരീഫ് എക്കാലത്തും ഇസ്രായേലി പരമാധികാരത്തിനും നിയന്ത്രണത്തിനും കീഴിൽ നിലനിൽക്കുമെന്ന് പ്രസ്താവിക്കുന്നതിന് വേണ്ടിയാണ് നൂറുകണക്കിന് സായുധ സൈനികരുടെ അകമ്പടിയോടെ പലസ്തീനികളെ സംബന്ധിച്ച് സ്വർബാഷാത്തിലൂടെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ഏരിയൽ ഷാരോൺ അൽ അഖ്സ മസ്ജിദ് സന്ദർശിച്ചത്. ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് മൂന്നാമത്തെ വിശുദ്ധ സ്ഥലവും പലസ്തീനികളെ സംബന്ധിച്ച് സവിശേഷ പ്രാധാന്യവുമുള്ള മസ്ജിദിൽ ഹറമിൽ ഏരിയൽ ഷാരോൺ സന്ദർശനം നടത്തിയത് പലസ്തീനികളെ പ്രകോപിക്കാൻ ബോധപൂർവം ഉദ്ദേശിച്ച് തന്നെയായിരുന്നു. തുടർന്നുണ്ടാകുന്ന പ്രതികരണങ്ങളെ അടിച്ചമർത്തുന്നതിലൂടെ ചർച്ചകൾ ഇസ്രായേലിൻ്റെ മേധാവിത്വം ഉറപ്പിക്കുവാനും പലസ്തീൻ അതോറിറ്റി രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിമിതപ്പെടുത്താനും കഴിയുമെന്നാണ് അവർ കരുതിയത്. ഒന്നാം ഇൻതിഫാദയ്ക്ക് സമാനമായി വലിയ പ്രതിഷേധങ്ങളും നിയമലംഘന പ്രവർത്തനങ്ങളും ബഹിഷ്കരണങ്ങളും പ്രതിരോധത്തിൻ്റെ മറ്റു രൂപങ്ങളും പലസ്തീനികൾ സംഘടിപ്പിച്ചു. എന്നാൽ ഇസ്രായേലിനെ അത്ഭുതപ്പെടുത്തിയ ഒന്നാം ഇൻതിഫാദയിൽ നിന്ന് വ്യത്യസ്തമായി അടിച്ചമർത്തൽ കൂടുതൽ കഠിനവും ആക്രമണാസക്തവുമായിരുന്നു. യഥാർത്ഥ വെടിയുണ്ടകൾ ഉപയോഗിച്ച് ഇസ്രായേൽ നിഷ്കരണം വെടിവെക്കുകയും പലസ്തീനികളെ ക്രൂരമായി അടിച്ചമർത്തുകയും ചെയ്തു. തുടക്കത്തിൽ സമാധാനപരമായി മുന്നോട്ടു പോയ ഒരു ജനകീയ പ്രസ്ഥാനമായിരുന്നെങ്കിലും ഇസ്രായേലിൻ്റെ പ്രതികരണം കഠിനമായതോടെ അത് ക്രമേണ സൈനികവൽക്കരിക്കപ്പെട്ടു. ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടർന്ന് മുന്നോട്ടു പോയി. എന്നാൽ ഇത്തവണ അതോടൊപ്പം ഗറില്ല യുദ്ധവും ചാവേറാക്രമണവും മറ്റ് തന്ത്രങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. അധികം താമസിയാതെ ഇൻതിഫാദയ്ക്ക് കാരണക്കാരനായ അതേ ഏരിയൽ ഷാരോൺ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുമായി മാറി. പലസ്തീനികളെ അടിച്ചമർത്തിയതിൻ്റെ വിപുലമായ ചരിത്രമുള്ള അദ്ദേഹം കൂടുതൽ ആക്രമണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ കാരണത്തിനിടയായി. നാബുലസ്, റാമല്ല പോലുള്ള വലിയ ജനവാസ കേന്ദ്രങ്ങൾ അടക്കം പലസ്തീൻ അതോറിറ്റിയുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്ന എല്ലാ പലസ്തീൻ പ്രദേശങ്ങളും ഏരിയൽ ഷാരോൺ കടന്നാക്രമിക്കുകയും തിരിച്ചുപിടിക്കുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ കുപ്രസിദ്ധമായ വിഭജന മതിൽ നിർമ്മിക്കാൻ തുടങ്ങുന്നതിനുള്ള ഒരു കാരണമായി അത് ഉപയോഗിക്കപ്പെട്ടു. ഈ നടപടി നിയമവിരുദ്ധമാണെന്ന് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം പറഞ്ഞിരുന്നു. ഇത് നിലവിലെ സ്ഥിതിയെ വലിയ തോതിൽ പിടിച്ചുകുലുക്കി. വെസ്റ്റ് ബാങ്കും ഗാസയും പരസ്പരം പലസ്തീൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടു.
പലസ്തീൻ അതോറിറ്റിയുടെ സുരക്ഷാ സേനയുടെ ഭൂരിഭാഗവും ഇല്ലാതാക്കപ്പെട്ടു. അധിനിവേശ പ്രദേശങ്ങളിൽ ഇസ്രായേൽ ശക്തമായി പിടിമുറുക്കി. സ്വാഭാവികമായും ഈ കാലയളവിൽ സമാധാന പ്രക്രിയ പുനരുജ്ജീവിപ്പിക്കാനും നിലവിലെ അവസ്ഥ മാറ്റാനും നിരവധി ശ്രമങ്ങൾ നടന്നെങ്കിലും അവയെല്ലാം പരാജയത്തിൽ കലാശിക്കുകയാണുണ്ടായത്. രണ്ടാം ഇൻതിഫാദയിലെ പ്രധാന സംഭവങ്ങളിലൊന്നാണ് ഗാസയിൽ നിന്നുള്ള ഇസ്രായേലിന്റെ പിന്മാറ്റം. പലസ്തീനികളുടെ ശക്തമായ ചെറുത്തുനിൽപ്പ് കാരണം 2005 ഇസ്രായേലി സൈന്യവും കുടിയേറ്റക്കാരും ഗാസയിൽ നിന്ന് പിന്മാറി എന്നത് ശരിയാണെങ്കിലും അധിനിവേശം അവസാനിച്ചു എന്നതിന് അർത്ഥമില്ല. കാരണം ഗാസയുടെ മേൽ ഇപ്പോഴും ഇസ്രായേൽ നിയന്ത്രണം തുടരുകയാണ്. ഐക്യരാഷ്ട്രസഭയും ആംനസ്റ്റി ഇന്റർനാഷണലും ഇന്റർനാഷണൽ റെഡ് ക്രോസും മറ്റനേകം മനുഷ്യാവകാശ സംഘടനകളും ഇത് ശരിവെക്കുന്നുമുണ്ട്. എന്നാൽ ഗാസ അധിനിവേശ മുക്തമായി എന്ന വാദം ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായിരുന്നു. കാരണം സമാധാന സ്ഥാപനത്തിനു വേണ്ടി ഇസ്രായേൽ വളരെയധികം ത്യാഗം ചെയ്തു എന്ന പ്രചാരണത്തിനാണ് അവർ അത് ഉപയോഗിച്ചത്. എന്നാൽ ഇത് യഥാർത്ഥ ചരിത്രവുമായി യാതൊരു ബന്ധമില്ലാത്ത ഒന്നായിരുന്നു. ഗാസയിൽ നിന്നുള്ള ഇസ്രായേലി പിന്മാറ്റത്തിന് പിന്നിൽ അവർ പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള യാതൊരുവിധ ത്യാഗമനസ്ഥിതിയും ഉണ്ടായിരുന്നില്ല. അന്നത്തെ പ്രധാനമന്ത്രി ഏരിയൽ ഷാരോണിന്റെ പ്രധാന സഹായി ഡോ വെയ്ഗ്ലാവിന്റെ വാക്കുകളിൽ നിന്നും ഇത് വ്യക്തമാണ്. സമാധാന പ്രക്രിയ മരവിപ്പിക്കുക എന്നതായിരുന്നു പിൻവാങ്ങൽ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം. സമാധാന പ്രക്രിയ മരവിപ്പിക്കുന്നതിലൂടെ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനാണ് തടയിടുന്നത്. അതുപോലെ അഭയാർത്ഥികൾ, അതിർത്തികൾ, ജെറുസലേം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളും തടയുന്നു. പ്രായോഗിക തലത്തിൽ പലസ്തീൻ രാഷ്ട്രം എന്ന് വിളിക്കപ്പെടുന്ന മുഴുവൻ സംഗതിയും തങ്ങളുടെ അജണ്ടയിൽ നിന്ന് എന്നേക്കുമായി നീക്കം ചെയ്യപ്പെട്ടു. എല്ലാവിധ അധികാരങ്ങളുടെയും അനുമതിയുടെയുമായിരുന്നു അത് ചെയ്തത്. അതിന് പ്രസിഡന്റിന്റെ എല്ലാവിധ അനുഗ്രഹാശിസ്സുകളും കോൺഗ്രസിലെ ഇരുസഭകളുടെ അംഗീകാരവും ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു. ഉദാഹരണത്തിന് ഇസ്രായേലിന്റെ കടുംപിടുത്തത്തെയോ വെസ്റ്റ് ബാങ്കിലെ പുതിയ സെറ്റിൽമെന്റ് കോളനിവൽക്കരണ പദ്ധതികളെയോ പലസ്തീൻ അതോറിറ്റി വിമർശിക്കുമ്പോഴെല്ലാം തങ്ങൾ ഗാസ വിട്ടുകൊടുത്തു, സമാധാനത്തിനായി വളരെയധികം ത്യാഗം ചെയ്തു എന്ന വാദം കൊണ്ട് ഇസ്രായേൽ തിരിച്ചടിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളെ ഒഴിവാക്കുവാനും വിട്ടുവീഴ്ച ചെയ്യേണ്ട ഉത്തരവാദിത്വം പലസ്തീനികളുടെ തലയിൽ കെട്ടിവെക്കുവാനും ഇസ്രായേലിന് ഇതൊരു ഫലപ്രദമായ മാർഗമായിരുന്നു. ഇവിടെ വെസ്റ്റ് ബാങ്കിന്റെ ബഹുഭൂരിഭാഗവും നിർലജ്ജം കോളനിവൽക്കരിക്കുന്നതിനെ നിരുപാധികം അംഗീകരിക്കുന്നു എന്നതാണ് വിട്ടുവീഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തന്നെ. കൂടാതെ ഗാസയുടെ മേൽ നിയന്ത്രണം യഥാർത്ഥത്തിൽ ഉപേക്ഷിക്കപ്പെടുകയായിരുന്നില്ല, മറിച്ച് അധിനിവേശം എങ്ങനെ പ്രാവർത്തികമാക്കും നോക്കിക്കാണപ്പെടും ചെയ്യുന്നതിനെക്കുറിച്ചുള്ള പുനഃക്രമീകരണമായിരുന്നു അത്. പുതിയ രൂപം സ്വരൂപിച്ചെങ്കിലും അധിനിവേശത്തിനെതിരെ ഗാസയിൽ നിന്നും ചെറുത്തുനിൽപ്പ് ഉണ്ടാകുമെന്ന് ഇസ്രായേലിന് നന്നായി അറിയാമായിരുന്നു. ഭൂമി വിട്ടുകൊടുത്ത് പലസ്തീനികളുമായി സമാധാനം ഉണ്ടാക്കുക അസാധ്യമായ കാര്യമാണെന്നതിൻ്റെ തെളിവായി ഇസ്രായേലിന് ഈ ചെറുത്തുനിൽപ്പിനെ ഉപയോഗിക്കാൻ കഴിയും. കാരണം എന്തായാലും പലസ്തീനികൾ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം തുടരുക തന്നെ ചെയ്യും എന്നതുകൊണ്ട് തന്നെ ഈ ദിവസം വരേക്കും വെസ്റ്റ് ബാങ്കിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിൻവാങ്ങാത്തത് പ്രധാന ഉത്തരമായി ഇസ്രായേൽ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. രണ്ടാം ഇൻതിഫാദ അതിൻ്റെ സായുധ സ്വഭാവം കാരണം അവസാനിക്കുമ്പോൾ ഏകദേശം 5000 പലസ്തീനികളും 1000 ഇസ്രായേലികളും കൊല്ലപ്പെട്ടിരുന്നു. ഇത് പലസ്തീനിലെ അന്നത്തെ അവസ്ഥയിൽ മാറ്റത്തിനും കാരണമായിരുന്നു. മുൻവർഷങ്ങളിൽ പലസ്തീൻ അതോറിറ്റി നടപ്പിലാക്കിയ ഭൂരിഭാഗം പ്രവർത്തനങ്ങളെയും അത് റദ്ദ് ചെയ്യപ്പെട്ടു. ഇതോടൊപ്പം പലസ്തീൻ അതോറിറ്റിയും PLOയുടെയും നേതാവ് യാസർ അറാഫത്തിന്റെ മരണം പലസ്തീൻ അതോറിറ്റിയിലും പലസ്തീൻ നേതൃത്വത്തിൽ പൊതുവെയും മാറ്റങ്ങൾക്കും തുടക്കമിട്ടു. പലസ്തീൻ അതോറിറ്റി കൂടുതൽ വിധേയത്വവും അനുസരണയും കാണിക്കുന്ന ഒരു സ്ഥാപനമായി പുനഃസംഘടിപ്പിക്കപ്പെട്ടു. ഇസ്രായേലിന്റെ കോളനിവൽക്കരണ ശ്രമങ്ങൾ ദ്രുതഗതിയിലായി. പലസ്തീൻ പ്രശ്നത്തിന്റെ ഒരു പുതിയ ഘട്ടം ആരംഭിക്കുകയും ചെയ്തു. ഈ ഘട്ടമാണ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മൂന്നാം ഇൻതിഫാദ വന്നാൽ ഇതിലും മാരകമായിരിക്കും കാര്യങ്ങൾ എന്ന് ഉറപ്പിച്ച് തന്നെ പറയേണ്ടി വരും.